നമസ്കാരം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ദേവി നിങ്ങൾക്ക് നൽകുന്നതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. കാണാൻ വിധിയുണ്ട് എങ്കിൽ മാത്രം തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള സൂചനയാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം അല്ലെങ്കിൽ ഓം ക്രീം കാളി എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇനി വരുന്ന നാളുകളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പലപ്പോഴും ശക്തി ചോർന്നതായ ഒരു സാഹചര്യം നിങ്ങളിലുണ്ട് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങളിലേക്ക് ശക്തി വന്ന് ചേരുന്നു എന്നും അതിനാൽ തന്നെ പല കാര്യങ്ങളും അതിജീവിക്കുവാനും തീരുമാനങ്ങൾ എടുത്തു തന്നെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും ധൈര്യം ചോർന്നു പോകുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ധൈര്യം പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്നു എങ്കിൽ പോലും ആവശ്യ സമയത്ത് അത് നിങ്ങളിൽ നിന്നും നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. മുൻപത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ ചില വ്യക്തികളുടെ സാഹചര്യം ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നതായ ഒരു സാഹചര്യം, അതെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം, ധൈര്യം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങളിൽ വളരെയധികം പോസിറ്റീവായ ഊർജം നിറയുന്നതായ ഒരു അവസ്ഥ സാഹചര്യം ഉണ്ടാകും. ഇത്രയും നാളത്തെ നിസ്സഹായാവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റമാണ് വന്നു ചേരുക. ഒരു പുതിയ ഊർജം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. നിവർത്തികേടുകൊണ്ട് ഇഷ്ടമല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ചില കാര്യങ്ങളിൽ നിന്നും അകലണം എന്നുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാലും പിടിച്ചു നിൽക്കേണ്ടതിനാൽ തന്നെ അവിടെ നിൽക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത് ജോലിയാകാം, ജീവിതമോ റിലേഷൻഷിപ്പുമോ ആകാം. ഇത്തരം ചില സാഹചര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു. അത്തരം ചില അവസ്ഥയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിലൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും വിട്ട് കളയുവാൻ നിങ്ങൾ തയ്യാറാകുന്നു. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. സ്നേഹം അനുഭവിക്കുകയും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ മറ്റുള്ളവർ പോലും നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം എന്നും കാണുന്നു. ഏറ്റവും മനോഹരമായ തരത്തിലേക്ക് ജീവിതം എത്തിച്ചേരും. അത്തരം ചില സാഹചര്യങ്ങൾക്കുള്ള അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ കാണാം. ലക്ഷ്യത്തിലേക്ക് എന്നാൽ വാതിലുകൾ തുറക്കപ്പെടുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുകയും അതിന് സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഒന്നിലധികം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജോലിക്കായി ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം എന്നും കാണുവാനായി സാധിക്കുന്നു. ജോലിക്കായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ആ കാത്തിരിപ്പ്
നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ചിലപ്പോൾ ജോലി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ. അത്തരം വ്യക്തികൾക്ക് ആഗ്രഹിക്കുന്നതായ ജോലി ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. മികച്ചതായ അവസരങ്ങൾ പ്രതീക്ഷിക്കാം. നിർത്തിവച്ചതായ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നല്ല രീതിയിൽ തന്നെ വീണ്ടും തുടങ്ങുവാനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ അഥവാ പ്രപഞ്ചശക്തിയിൽ മുന്നോട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. നല്ല മാറ്റത്തിനായി കാത്തിരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരമൊരു എനർജി തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അകന്നു പോകുന്നവരിൽ നിന്നും വീണ്ടും ചില നല്ല റിലേഷൻ, ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. നന്മ നിറഞ്ഞ മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ. ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ കാണുന്നു. നല്ല കർമ്മങ്ങൾക്ക് ഫലം വന്ന് ചേരുന്നതുമാണ്. ഭഗവാൻ അത്തരം കാര്യങ്ങൾക്കുള്ള അനുകൂല ഫലം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. ബുദ്ധി വൈഭവത്താൽ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ധൈര്യമുള്ളവരാണ് നിങ്ങൾ. സ്വയം നിങ്ങളിൽ വിശ്വസിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിവ് നിങ്ങൾ പകർന്നു നൽകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഏത് സാഹചര്യത്തെയും സത്യസന്ധമായി വിലയിരുത്തി അത് അതിജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുന്നവരും അതിനെ സാധിക്കുന്നവരുമായി നിങ്ങൾ മാറും. ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാത്ത അല്ലെങ്കിൽ വിഷമിപ്പിക്കാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. വെല്ലുവിളികൾ വന്നു ചേർന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് പൂർവാധികം ശക്തിയോടെ തന്നെ ഉയർത്തെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളെ അത്രമേൽ പെട്ടെന്ന് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് പലർക്കും വന്നു ചേരും. ശത്രുക്കൾക്ക് പോലും ആ തിരിച്ചറിവ് വന്നു ചേരും എന്ന് തന്നെ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കാം. വിജയങ്ങളാണ് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുക. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹം നിറഞ്ഞ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച വ്യക്തികളോ സംഭവിക്കാൻ പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ദൈവം നേരിട്ട്, ദൈവം തന്നെ നേരിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് സഹായിച്ചവരോ സഹായിക്കാൻ പോകുന്നവരോ ആണ് നിങ്ങൾ. ദൈവം കൈത്തൊട്ട് അനുഗ്രഹിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഭാഗ്യമുള്ളവരാണ് എന്ന് നിസ്സംശയം പറയാം. അത്രമേൽ അനുകൂലമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രതികൂലമായ കാര്യങ്ങളെ പോലും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ഇടത്തു നിന്നും ചില ശുഭ പ്രതീക്ഷകളും സാഹചര്യങ്ങളും അനുകൂലമായി തീർന്നു എന്ന് വരാം. മറ്റുള്ളവർ നിങ്ങളുടെ നന്മ മുതലെടുക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അവർക്ക് പോലും ഉടനെ തിരിച്ചടി വന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നതായ അവസ്ഥ ഉണ്ട്. എന്നാൽ അതെല്ലാം മാറുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാത്തതായ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകുന്നു. അതിൽ മാറ്റങ്ങൾ കടന്നു വരും എന്ന് കാണുവാനായി സാധിക്കുന്നു. അനാവശ്യമായ അല്ലെങ്കിൽ ആശങ്കകൾ ഉയർത്തുന്നതായ ചില ചിന്തകൾ നിങ്ങൾക്കുണ്ട്. അതകറ്റി, അതായത് പോസിറ്റീവായ ചിന്തകൾ മാത്രം നിങ്ങളിലേക്ക് നിറയ്ക്കുവാനും വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾ അവർക്ക് വഴികാട്ടിയായി മാറുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പോലും വലിയ
വില നൽകേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാനും അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനും, അതായത് അവർക്കും നിങ്ങൾക്കും ഒരേപോലെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ചില തർക്കങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം പല ചിന്തകൾ വന്നു ചേരാം. അതെല്ലാം മിഥ്യയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും മുന്നോട്ട് തന്നെ പോസിറ്റീവായ ഊർജം ഇരട്ടിയായി തന്നെ നിങ്ങളിലേക്ക് ആകർഷിച്ച് മുന്നോട്ട് പോവുക.